ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതി. നമ്മളൊന്ന് വയനാട്ടിലേക്ക് പോകുന്നു. KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവ് വയനാട്ടിലാണ് നടക്കുന്നത്. ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളാണ് ചർച്ചയിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകുന്നുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ മുതൽ പോഷക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ പ്രധാന നേതാക്കൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നു. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരൻ വയനാട്ടിലെ ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ല. ദീപക് മലയമ്മ നമുക്ക് നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മലയമ്മ, വെൽക്കം ബാക്ക്. സപ്താ റിസോർട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങിയോ? എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നും നാളെയുമായുള്ള യോഗത്തിലൂടെ കോൺഗ്രസിന് കൂടുതൽ കരുത്ത് പകരാനുള്ള എന്തൊക്കെ ചർച്ചകൾ നടക്കുന്നു ദീപക്? സുജയ, ഇന്ന് ഉച്ചവരെയുള്ള സെഷൻ എന്ന് പറയുന്നത് ഉദ്ഘാടന സെഷനായിരുന്നു. അതിൽ കൃത്യമായി ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ പറഞ്ഞത് മറ്റ് ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് പരസ്പരം പഴിചാരി മുന്നോട്ട് പോകേണ്ട, ഇന്നത്തെ ചർച്ചകൾ എന്ന് പറയുന്നത് ക്രിയാത്മകമായിരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ മുതൽ ഇങ്ങ് താഴേക്ക് പോഷക സംഘടനകളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ. ആ ഒരു നിലയിലാണ് 123 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. പ്രത്യേകിച്ച് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി എത്തുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ 5 ലക്ഷം ഭൂരിപക്ഷം എന്നുള്ളതാണ് ഈ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഉതകുന്ന എന്ത് നടപടികൾ സ്വീകരിക്കാമെന്നുള്ള ആലോചനകൾ ഉണ്ടാകും. ഒപ്പം തന്നെ പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ ഘട്ടത്തിലൊക്കെ ഏതൊക്കെ തരത്തിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു തന്ത്രങ്ങൾക്ക് രൂപം നൽകുക എന്നുള്ളതാണ് ക്യാമ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി പറയുകയും ചെയ്യുന്നത്. ഈ കാര്യത്തിൽ ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് VD സതീശൻ ഒരു രാഷ്ട്രീയ കരട് രേഖ സമർപ്പിച്ചിട്ടുണ്ട്. ആ രേഖയിന്മേൽ ചർച്ചകൾ നടക്കുമെന്നുള്ളതാണ്. ഇത് ഏതാണ്ട് രാത്രി 10 മണി വരെ അത്തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. നാളെ ഉച്ചയോടുകൂടിയായിരിക്കും ഈ ക്യാമ്പ് അവസാനിക്കുകയും ചെയ്യും. ആ ഘട്ടമാകുമ്പോഴത്തേക്കും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട കർമ്മ പദ്ധതികൾ, അത് ഏതൊക്കെ തരത്തിൽ ഗുണകരമാക്കാം തുടങ്ങിയ കാര്യത്തിലൊക്കെ തന്നെ ആലോചനകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്യാമ്പ് ഇവിടെ നടക്കുമ്പോൾ ഇത്തവണ കെ മുരളീധരൻ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് തൃശൂരിലെ തിരിച്ചടിക്ക് പിന്നാലെ അദ്ദേഹം ഇടഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു കാര്യം ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെ ഈ ക്യാമ്പിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിൽ രമേശ് ചെന്നിത്തല പറയുന്നത് ഒരു രാഷ്ട്രീയ വനവാസത്തിന്റെ ആവശ്യം കെ മുരളീധരന് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നം, തൃശൂരിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ അടക്കം വോട്ടുകൾ BJPക്ക് പോയി എന്നുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ BJPയിലേക്ക് പോയ വോട്ടുകൾ തിരികെ പിടിക്കാൻ കഴിയുമോ? ഒപ്പം തന്നെ LDFൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ള ആ വോട്ടുകളെ കൂടി ഏകീകരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അത്തരം കൂടിയാലോചനകളിലൂടെ ഒരു കർമ്മ പദ്ധതി രൂപീകരിക്കുക, വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായി പോരാടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ശിബിരം വയനാട്ടിൽ ഉൾപ്പെടെ നടന്ന ഘട്ടത്തിൽ അത് ഏത് തരത്തിലുള്ള കർമ്മ പദ്ധതികൾക്കാണോ രൂപം നൽകിയത്, അതിന് സമാനമായ രീതിയിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഗുണകരമാകുന്ന ചില നീക്കങ്ങൾ കൊണ്ടുവരാനുള്ള ചർച്ചകൾക്കായിരിക്കും സ്വാഭാവികമായും ഇന്നത്തെ ഈ ഒരു ക്യാമ്പ് കൂടുതൽ ഉപകരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. സുജയ, ശരി. വയനാട്ടിൽ ഒരു ചിന്തൻ ശിബിരം, KPCCയുടെ ഒരു ചിന്തൻ ശിബിരം എന്ന് പറയാവുന്ന തരത്തിലാണ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും അടക്കമുള്ള നേതാക്കളൊക്കെ യോഗത്തിൽ എത്തിയിട്ടുണ്ട്. 14 DCCകളുടെയും കർമ്മ പദ്ധതി, അവർ വിശദമായി തയ്യാറാക്കുന്ന കർമ്മ പദ്ധതിയിന്മേലുള്ള ചർച്ചകൾ, അതോടൊപ്പം തന്നെ സാമുദായിക സംഘടനകളുടെ സംഘപരിവാർ അനുഭാവം, പാർട്ടിക്കും മുന്നണിക്കും വോട്ട് കുറഞ്ഞ ഇടങ്ങൾ, അത് ഓരോന്നും ഇഴകേറി പരിശോധിക്കാനായിട്ടുള്ള കർമ്മ പദ്ധതിയും രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ വയനാട്ടിൽ നിന്നുള്ള KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിലെ കൂടുതൽ വിവരങ്ങൾക്കായി പ്രേക്ഷകർ റിപ്പോർട്ടറിനൊപ്പം തുടരുക. നമ്മൾ